നമസ്കാരം. ENT&I സീരീസിലെ വേറൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് മൈഗ്രെയിൻ എന്നൊരു രോഗത്തിനെ കുറിച്ചാണ്. പലർക്കും ഈ പ്രശ്നങ്ങൾ ഉള്ളതായിരിക്കാം. അത് ചിലരൊക്കെ മിസ്ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതുകൊണ്ടാകും. കുറേ കാലങ്ങളായിട്ടുള്ള തലവേദന മൈഗ്രെയിൻ ആണെന്ന് തെറ്റിദ്ധരിക്കുന്നവരും ഈ കൂട്ടത്തിൽ കാണാം. അപ്പം ഞാൻ ഒരുപാട് വലിച്ചു നീട്ടാതെ വളരെ കൺസൈസ് ആയിട്ടുള്ള രീതിയിൽ എന്താണ് മൈഗ്രെയിൻ എന്ന് പറയാം. അതായത് മൈഗ്രെയിൻ ക്ലാസിക്കലി പറയുന്നത് ഒരു ഭാഗത്തുള്ള യൂണിലാറ്ററൽ ആയിട്ടുള്ള വേദന, തലവേദനേനെയാണ് മൈഗ്രെയിൻ പൊതുവായിട്ട് പറയുന്നത്. പക്ഷേ പലരിലും ഇതല്ലാതെ കംപ്ലീറ്റ് ആയിട്ടുള്ള നമുക്ക് രണ്ട് ഭാഗത്തുള്ള വേദനയായിട്ടും പലരും ഇത് കംപ്ലയിൻറ്റ് ചെയ്യാറുണ്ട്. പിന്നെ ഇവർക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ട്രിഗറിങ് ഫാക്ടേഴ്സ് ഉണ്ടാകും. കാരണം ഇവർക്ക് എന്തെങ്കിലും ഒരു ഇപ്പം ഭക്ഷണം കഴിക്കാതിരുന്നാലോ, ഏതെങ്കിലും ഒരു മീൽ സ്കിപ്പ് ചെയ്താലോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകിച്ചിട്ടുള്ളൊരു സ്മെല്ല് ഇവർക്ക് അടിച്ചു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ ഒത്തിരി നേരം യാത്ര ചെയ്ത് കഴിഞ്ഞാലോ, അല്ലെങ്കിൽ വെയിൽ കൊണ്ടു കഴിഞ്ഞാലൊക്കെയാണ് ഇവർക്ക് പൊതുവായിട്ടും ഈ ഒരു വേദന സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഇതിനോട് അനുബന്ധിച്ചിട്ട് ചിലർക്കെങ്കിലും നോസിയ, അതായത് ഛർദ്ദിക്കാൻ പോകുന്നു എന്നുള്ള ഒരു ഓക്കാനം എന്നുള്ള ഒരു ഫീലിംഗ്, ചിലർക്ക് ഛർദ്ദിൽ വരാം. ഛർദ്ദിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലർക്കൊക്കെ ആശ്വാസം ഉണ്ടാവാം. പിന്നെ ചിലർക്ക് ഫോട്ടോഫോബിയ അല്ലെങ്കിൽ ഫോണോഫോബിയ, ഇത് രണ്ടും ഉണ്ടാവാം. അതായത് ഫോട്ടോഫോബിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റിലോട്ട് നോക്കാനുള്ള അസഹിഷ്ണുത, അതുപോലെ തന്നെ ഫോണോഫോബിയ എന്ന് പറയുന്നത് ശബ്ദത്തിനോടുള്ള അസഹിഷ്ണുത. അപ്പോൾ ഇവയൊക്കെ ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ മൈഗ്രെയിൻ എന്ന് പറയുന്നത്. ചിലർക്ക് മൈഗ്രെയിൻ വരുന്നതിന് തൊട്ട് മുന്നേ തന്നെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും തലവേദന വരാൻ പോകുന്നു എന്നുള്ളത് ചിലർക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനെ മൈഗ്രെയിൻ വിത്ത് ഓറ എന്ന് പറയും. ഇല്ലാതെയും മൈഗ്രെയിൻ ഉണ്ടാവും. അതിനെ മൈഗ്രെയിൻ വിത്തൗട്ട് ഓറ എന്ന് പറയും. അപ്പോൾ ചിലരെങ്കിലും ഇതിനെ മിസ്ഇൻ്റർപ്രറ്റ് ചെയ്ത് വരാം. അതായത് നമുക്ക് സൈനസൈറ്റിസ്, കുറേ കാലങ്ങൾ കൊണ്ടുള്ള സൈനസൈറ്റിസ്, അതായത് നമ്മുടെ സൈനസുകളായിട്ട് ഇവിടെയൊക്കെ ആയിട്ട് വേദന വരുമ്പോഴും അത് കുറേ കാലങ്ങളൊക്കെ കഴിഞ്ഞിട്ടാകുമ്പോഴും അതും ഒരുപാട് പേര് അതിനെ മൈഗ്രെയിൻ ആണ് അല്ലെങ്കിൽ ചെന്നിക്കുത്തെന്നാണ് പറഞ്ഞിട്ട് വരുന്ന പേഷ്യൻസും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഈ ക്ലാസിക്കലി ഇതാണ് മൈഗ്രെയിൻ എന്ന് പറയുന്നത്. ഇതിന് നമുക്ക് ഈ മൈഗ്രെയിൻ നമുക്കൊരിക്കലും CT സ്കാനിലോ MRIയിലോ എക്സ്റേയിലോ മറ്റൊന്നിലും അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്താലോ ഒന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇത് പ്യുവർലി പേഷ്യൻ്റ് പറയുന്ന ലക്ഷണങ്ങളുടെ ബേസിസ് ചെയ്തിട്ടാണ് നമ്മൾ മൈഗ്രെയിൻ ആണോ അല്ലയോ എന്ന് നമ്മൾ ഉറപ്പിക്കുന്നത്. ഇതാണ് മൈഗ്രെയിൻ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ കംപ്ലീറ്റ് നമുക്കങ്ങനെ മാറ്റാൻ പറ്റില്ല. പക്ഷെ എന്നിരുന്നാലും ഇതിൻ്റെ വേദന ഗണ്യമായ രീതിയിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇതിനോടനുബന്ധിച്ചിട്ടുള്ള ബാക്കി സിംറ്റംസ്, അതായത് ഛർദിലും പിന്നെ ഫോട്ടോഫോബിയ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വളരെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിപ്പം 15 അല്ലെങ്കിൽ നമ്മൾ ആയുർവേദത്തിൽ പറയുന്നത് ഇത് 15 അല്ലെങ്കിൽ 30 അല്ലെങ്കിൽ 10 ദിവസത്തിൻ്റെ ഒരു ഗ്യാപ്പിൽ ഇത് റിപ്പീറ്റ് ചെയ്തിട്ട് വരും എന്നാണ് ഇതിന് ആയുർവേദത്തിൽ പറയുന്നത്. മൈഗ്രെയിനിന് അർദ്ധാവഭേദകം എന്നാണ് ആയുർവേദത്തിൽ പറയുന്നത്. അപ്പം അങ്ങനൊരു സ്വഭാവമാണ് ഈ അസുഖത്തിനുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്യാപ്പ് നമുക്ക് കൂട്ടാൻ പറ്റും. അതായത് ഒരാൾക്ക് 10 ദിവസം കൂടുമ്പോഴാണ് ഈ തലവേദന വരുന്നതെങ്കിൽ ആയുർവേദ ചികിത്സയിലൂടെ നമുക്കതൊരു 20 ദിവസം, ആദ്യം 20 ദിവസത്തെ ഗ്യാപ്പാക്കി പിന്നെ ഒരു 30 ദിവസത്തെ ഗ്യാപ്പിൽ ഇടവിട്ടിട്ട് നമുക്ക് ആദ്യമൊക്കെ തലവേദന വരുന്ന ആ ഒരു ഗ്യാപ്പ് നമുക്ക് കൂട്ടാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ തീവ്രത, ഇൻറ്റൻസിറ്റി നമുക്ക് തീർച്ചയായിട്ടും കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ള നമുക്ക് നസ്യം പോലെയുള്ള ചികിത്സാ രീതികൾ വളരെ ഫലപ്രദമാണ്. അതുപോലെ തന്നെ ഉള്ളിലൊക്കെ കഴിക്കുന്ന ഇൻറ്റേർണൽ മെഡിസിൻസും ഉണ്ട്, ഗുളികകളുണ്ട്, കഷായങ്ങളുണ്ട്. പക്ഷേ നസ്യം കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു വ്യത്യാസം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്ക് വേണ്ടി നിങ്ങൾക്ക് എന്നെ പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യാം. എൻ്റെ താഴെ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റായിട്ട് ചോദിച്ചാലും ഞാൻ തീർച്ചയായിട്ടും അതിനെക്കുറിച്ചുള്ളൊരു വിശകലനം തരുന്നതാണ്. താങ്ക് യു.